നട്ടപ്പതിര വീഡിയോ again. ജോൺ ബ്രിട്ടാസ് ആൻഡ് സുരേഷ് ഗോപി. ഇവർ രണ്ടുപേരും അടിയോടടി രാജ്യസഭയിൽ. സംഗതി വഖഫ് മുനമ്പം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ വിഷയങ്ങളാണെങ്കിലും കയറി റൂട്ട് മാറി വളഞ്ഞു തിരിഞ്ഞ് എമ്പുരാനിലെത്തി. പിന്നെ അത് സിനിമയൊക്കെ പറഞ്ഞ അടിയായി. ഇതാണ് ഇപ്പോഴത്തെ ഹോട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള കോണ്ടന്റ്. ആദ്യം നമുക്ക് ജോൺ ബ്രിട്ടാസ് എന്താണ് പറയുന്നത് നോക്കാം. ഈ രാജ്യത്ത് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ. ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം 700 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത്. മണിപ്പൂരിൽ 200-ലേറെ പള്ളികൾ കത്തിച്ചു. സാർ, ഇവരിപ്പോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈസായി ക്രിസ്ത്യാനി കേരള മുനമ്പം എന്ന് പറയുന്നുണ്ടല്ലോ സാർ. സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റുമോ സാർ? പാർക്കിൻസൺസ് രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ? ഗ്രഹാം സ്റ്റേറ്റ്സിനെ മറക്കാൻ പറ്റുമോ? ചുട്ടുകൊന്നില്ലേ? മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ? ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്നത് സാർ? ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സാർ, 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലരിവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകരിക്കുന്നതാണ് സാർ. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സാർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സാർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാളെ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ എത്തിയതുകൊണ്ട് CPIM-ന് അത്യാവശ്യം ഒരു മൗത്ത് പീസിനെ കിട്ടി. മനസ്സിലായ? ബാക്കിൽ നിന്ന് എന്ന് കൊട്ടുന്ന മുതലുണ്ടല്ലോ, ആ മുതലൊന്ന് ടാബിൽ നോക്കി വായിച്ചിട്ട് പോലും ഇംഗ്ലീഷ് തെറ്റിച്ച് പറഞ്ഞ മുതലാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് ഇവർക്കൊരു അത്യാവശ്യം ഫയർ സ്റ്റഫുള്ളൊരു ആൾ തന്നെയാണ്. പിന്നെ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം പഠിച്ച് അറിഞ്ഞ് നോക്കി വളരെ വ്യക്തമായും സ്പഷ്ടമായിട്ടും ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലൊക്കെ പറയാൻ പറ്റും. ഇതിനിടയിൽ എന്തോ നിയമത്തിനെ കുറിച്ച് തള്ളി വിട്ടല്ലോ. തൃശ്ശൂരിൽ നിയമമുള്ള സംഗതി ആശ അടിച്ചു വിട്ടതാണ്. എന്താണെങ്കിൽ നിയമത്ത് പൂട്ടിച്ച് നിങ്ങൾ കയറിയോട് കൂടിയിട്ട് അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ നടക്കുന്ന അഴിമതിയും സംഗതികളൊക്കെ അത്യാവശ്യം നാട്ടിലെ പരക്കെ പാട്ടാണ്. എന്തായാലും അത് പോട്ട്. സംഘികൾക്കെതിരെ പറയുന്ന ഒരു സാധനമല്ലേ, ഫയറല്ലേ, അതുകൊണ്ട് ആട് മാറ്റി വയ്ക്കുക. എന്തായാലും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നൊന്നും ആരും പറയരുത്. അങ്ങനത്തെ പരിപാടികളുണ്ട്. അതുകൊണ്ട് ഒന്ന് പൂട്ടിച്ച് നിങ്ങൾ കയറുമ്പോഴത്തേക്ക് നിങ്ങളങ്ങോട്ട് പുണ്യാളന്മാരെന്ന് വിചാരിക്കരുത്. ഇവിടെ എല്ലാം കണക്കാണ്. ബേസിക്കലി ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല. ഓക്കെ, ഇപ്പം എമ്പുരാനൊരു ചർച്ചയാവുന്നു. മുന്നാന്ന് പറഞ്ഞൊരു കഥാപാത്രം അതിനകത്തുണ്ട്. അത് യൂദാസിനെ പറഞ്ഞു, പിന്നെ അത് മുന്നയിലേക്ക് കൊണ്ടുവന്നു. മുന്നാന്ന് പറഞ്ഞ കഥാപാത്രമാണ് ബേസിക്കലി ആ സിനിമയിൽ, ഇത് സ്പോയിലർ ആയിരിക്കാം, ചിലപ്പോൾ കാണാത്ത ആളുകളുണ്ടാവും. എന്തായാലും ആ സിനിമയിൽ ഒരു ബിട്രയിൽ, ഓക്കെ, പിന്നെന്നുള്ള കുത്ത്, ചതി, യൂദാസിൻ്റെ പരിപാടി കാണിച്ചിട്ടുള്ളത്. മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഫാമിലി രക്ഷ തേടിയിട്ട് ഒരു ഹിന്ദു ലേഡിയുടെ വീട്ടിലേക്ക് വരുന്നു. അതിനകത്തുള്ള മുന്നാന്ന് പറഞ്ഞ കഥാപാത്രം അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അയാളുടെ ദൈവമായിട്ടുള്ള ഞാൻ ബജരംഗി എന്ന് പറയും. അങ്ങേരെ ഒറ്റിക്കൊടുത്ത് അങ്ങേര് വന്ന് പിന്നെ അവിടുത്തെ വിഷയങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ മുന്നേ ആയിട്ട് കൃത്യമായിട്ട് ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ പ്ലേസ് ചെയ്തു. അത് സുരേഷ് ഗോപിക്ക് കൊണ്ടിട്ടുമുണ്ട്, നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് സുരേഷ് ഗോപിക്ക്. ഇനി പൊളിയാനില്ല. അത് കേട്ടിട്ട് തരിച്ചിരിക്കുക സുരേഷ് ഗോപിൻ്റെ റിപ്ലൈ കൂടി ഞാൻ വെക്കുന്നുണ്ട്. ബ്രിട്ടാസിന് ഒന്ന് കഴിയട്ടെ. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും, വൈകാതെ പേടിക്കണ്ട സാർ. ഒരു കാര്യം ഞാൻ പറയാം, മുൻപത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്. അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. 5 ലക്ഷം ഭവനരഹിതർക്ക്
വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ മുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ. ഞങ്ങൾ ചെയ്തിരിക്കും. നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട. മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരു ആരാധനയും മറക്കേണ്ടി വരില്ല. ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല. ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അവിടെ ഉണ്ട്. അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ മുനമ്പം എന്ന് പറയുന്നു. എത്രയോ 10,000-കണക്കിന് ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു. ഉത്തരേന്ത്യയിൽ നിന്ന് 50,000-ലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത്. എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു. നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല. എത്രയോ പള്ളികൾ തകർത്തു. നിങ്ങൾ എമ്പുരാനിലെ മുന്നയാണ്. നിങ്ങൾ മുന്നയാണ്. ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കുണ്ട്. അതുകൊണ്ട് സാർ, ഞാൻ നിങ്ങളോട് അപേക്ഷ കൊടുക്കുകയാണ്. If they have belief trust in the Indian Constitution, they should forthwith withdraw this bill, piece of legislation. ഓക്കെ, അപ്പോൾ ഞാൻ വഖഫിനെ കുറിച്ചൊരു വീഡിയോ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. നാളെ രാവിലെ ഞാനൊരു കുറച്ചും കൂടി എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ ഞാൻ എന്താണെങ്കിലും ഒന്നുകൂടി ഞാൻ പറയുന്നതായിരിക്കും. ഈ ഒരു പ്രത്യേക എന്താ പറയുക ഫൈറ്റ്, ഇവർ രണ്ടുപേരും കൂടി ഇറപ്റ്റായ ഒരു ഫൈറ്റിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് മുനമ്പത്ത് ശ്രമിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കോൾ. പിന്നെ BJP കുറച്ച് കാലമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കുക. മനസ്സിലായോ? ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ചിട്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിംസിനെയും കൊണ്ട് അടുപ്പിക്കുന്ന ഒരു പ്രത്യേകതരം പരിപാടി എടുക്കുന്നുണ്ട്. ഇല്ലാതാർക്കും പറയാൻ പറ്റില്ല. ഓക്കെ, ക്രിസംഖ്യ ബെൽറ്റുകൾ ഇറങ്ങി തിരിച്ചതിനുള്ള പരിപാടികൾ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. നാളുകളിൽ വരും കാലങ്ങളിൽ ക്രിസ്ത്യൻസിനും പെട്ടിക്ക് വരാണിയടിക്കും. അതാണ് സംഘിൻ്റെ ഒരു പ്രത്യേകതരം അജണ്ട. ഓക്കെ, ഈ ഇത്രയും ജോൺ ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ ഗോപിയേട്ടൻ മിണ്ടാതിരിക്കുമോ? ഗോപിയേട്ടൻ ചാടി നീച്ചു. There was an indirect reference to one. Please. No. Sir, through you. Sir, डिस्टर्ब नहीं करेंगे मानिश दिस. नो, through not, you, not sir. allowed. कृपया बैठिए. Please sit down. Mr. I am going to Bratas. allow. Who are you? Mr. Please sit down. Bratas. Please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now, he needs to be reminded in the form of being taught some lessons. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts, TP Chandrasekharan? Left, right, left. Left, right, left. Please sit down. Please. Not. Through I you, will not sir. allow you. Please sit down. Listening. Through you, sir. Please speak. 2 films. आप बोलिए. Does Mr. Britas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have? ശരി, ഇങ്ങേരി 51 കട്ട്സ് ഓഫ് മറ്റേ ഇങ്ങേരി അതിൻ്റെ പേര് Of being taught some lessons. Does he dare to have a re-release of 51 cuts, TP Chandrasekharan? ശരി, 51 കട്ട്സ് TP ചന്ദ്രശേഖരൻ കാണിക്കാൻ പറ്റുമോ? റിലീസ് ചെയ്യാൻ പറ്റുമോ? ലെഫ്റ്റ് കാണിക്കാൻ പറ്റുമോ? റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളിയാണ് സുരേഷ് ഗോപിയുടെ ബ്രിട്ടാസിനെ വെല്ലുവിളിച്ചത്. ബ്രിട്ടാസ് അവിടെ നിന്ന് പറയുന്നുണ്ട്
ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ കൈരളി ടി വിയിൽ ഈ സാധനം ഇട്ട് കാണിക്കണം സാർ. 51 കട്ട്സ് ഓഫ് TP വധക്കേസിൽ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സിനിമ എന്നിട്ട് കാണിക്കണം. പിന്നെ ഇതൊക്കെ വെല്ലുവിളിക്കുമ്പോൾ സുരേഷ് ഗോപി ഇത് അവരിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനൻ TV വഴി നിങ്ങളെങ്കിലും ഇത് കാണിക്കണം. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഒരാളെ എടുത്തു വെച്ച സാധനമാണ്. രാഷ്ട്രീയവും മതവും പറഞ്ഞിട്ട് ആ സാധനം വിലക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കൂടുതൽ രാഷ്ട്രീയവും മതവും കുത്തിക്കയറ്റുന്ന പരിപാടിയോട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അല്ലാത്ത പക്ഷം ഒരാൾ ഇനി പ്രൊപ്പഗണ്ടയാണെങ്കിലോ അല്ലെങ്കിൽ ഒരാളത് ആരെങ്കിലും ടാർഗറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ ഒരു സാധനം എടുത്ത സാധനം കാണിക്കുക, ബാക്കി നാട്ടുകാരെ കഴിയുമ്പോൾ തീരുമാനിച്ചോട്ടെ, അത്രേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയുള്ള കുത്തിത്തിരിക്കുന്ന പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അവിടേക്കാണ് വിഷയങ്ങൾ വരാറ് സാധാരണ ഒരു സിനിമയോട്. ഇതിന് മുമ്പ് സിനിമയുടെ വിഷയം വന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. എന്താണെങ്കിലും 51 കട്ട് TP ചന്ദ്രശേഖർ കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കൂട്ടത്തിൽ ഈ ലെഫ്റ്റ് എന്തിനാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അത് അത്യാവശ്യം തിയേറ്ററിൽ ഓടിയ പടമാണ്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിലോ സൂര്യയിലോ എങ്ങാണ്ട് ഈ പടം ഇപ്പോഴും ഓടുന്നുണ്ട്, ഇപ്പോഴും വരാറുണ്ട്. അതിലൊരു കട്ടും കിട്ടൊന്നുമില്ല. സാധനം ഇവിടെ കാണിച്ചിട്ടുള്ളതും ആളുകൾ കണ്ടതും ഒക്കെ ആയിട്ടുള്ള ഒരു പടമാണ്. പോണത് പണിക്കൊരു ഉന്തെന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും ഒരു പഞ്ചിന് ലെഫ്റ്റ് എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഇതിൽ മുഖ്യമന്ത്രിക്ക് കട്സ് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനാണ് പിണറായി വിജയൻ്റെ കട്സ് ചെക്ക് ചെയ്യാൻ പോകുന്നത് സുരേഷ് ഗോപി? അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദീൻ്റെ കട്സ് ഒന്ന് പോയി ചെക്ക് ചെയ്യണം ആദ്യം. BBC-ൻ്റെ ഡോക്യുമെൻ്ററി അടക്കം അയാൾ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. പേടിച്ച് കൈയും കാലും വിറച്ച് അത് ബാൻ ചെയ്ത് ആ പരിപാടി കാണിച്ചല്ലോ. സ്വന്തം പാർട്ടീൻ്റെ സ്വന്തം നേതാവിനോട് ആദ്യം പോയിട്ട് സുരേഷ് ഗോപി ചോദിക്കണം, സാർ ഗട്സ് ഉണ്ടോ സാർ, മിസ്റ്റർ മോദി സാർ നിങ്ങൾക്ക് ഗട്സ് ഉണ്ടോ എന്നുള്ളത്. അതല്ല ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ടും അത് കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ നെഞ്ഞത്ത് ആദ്യം പ്രൈം മിനിസ്റ്ററിൻ്റെ ഗട്സ് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്ക്. എന്നിട്ട് കേരളത്തിലെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഗട്സ് അളക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ അപ്പോഴത്തേക്ക് ഓടിപ്പിടിച്ച് അങ്ങോട്ട് ഗട്സ്. പണ്ട് ഓടിപ്പിടിച്ച വാളിനടയിൽ നടന്ന ആളാ. What is wrong? What is wrong? What is wrong with the language? दूंगा बाद में. I will. Sir, Let him sir, complete. they should have the guts to let these two films be screened again, permitted to be screened. Then they can start yelling for Empuran. And one more matter of fact, which is the only truth, which I have to be letting the Indian nationals, I have to be letting it known to the Indian citizens. There was no censor pressure on the producers of Empuran. I was the first person to call up the producers and ask them to delete my name in the form of a credit card towards the beginning of the film. Stop. This is the truth. Please. This is the truth. Sir, I need your protection. Okay. I need your protection. माफ करें. Undisturbed. This is the truth. I'm ready to take any punishment if this falls out to be a false on record deposit that I am making in this upper house. I know the responsibility. Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. Son, it was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. बुद्धन See, all what was again. അത് ശരി, ഇത് ഞങ്ങൾക്കറിയാം. സുരേഷ് ഗോപി പറഞ്ഞിട്ട് തന്നെയാണ് സുരേഷ് ഗോപിൻ്റെ പേരെടുത്ത് കളഞ്ഞതെന്നുള്ളത്. ഇതിപ്പോൾ തമ്പുരാൻ മാറി എമ്പുരാനായി എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ചൊറിച്ചിലായിരിക്കാം മേ ബി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ടൈറ്റിൽ കാർഡിൽ താങ്ക്സും വന്ന് പുല്ല് ഞാൻ പെട്ടുപോയി എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് ആദ്യം പിടിച്ച് മാറ്റാൻ പറഞ്ഞതായിരിക്കും. എന്താണെങ്കിൽ വോട്ടർ റിട്ടീസ് അവിടെ നിൽക്കട്ടെ. നേരത്തെ സംസാരിച്ച സമയത്ത് ചെയർമാൻ ഓഫ് ദ ചാനൽ എന്ന് പറഞ്ഞിട്ട് നോബിൾ ഹ്യൂമൻ ബീങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മമ്മൂട്ടീൻ്റെ പേര് പറയാതെ അങ്ങോട്ട് പോയി. ഓക്കെ, ബ്രിട്ടാസ് ചാനലിൻ്റെ ഭാഗമാണ്, ചെയർമാനും ചാനലിൻ്റെ ഭാഗമല്ലേ. അപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു സാധനമുണ്ട്, ഡു യു ഡെയർ, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സാധനം. അത് ബ്രിട്ടാസിനോട് മാത്രമല്ല, ചാനലിൻ്റെ ചെയർമാനോടും ചോദിക്കണം. അതെന്താ ഒപ്പമുള്ള ഒരേ ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തായ
മമ്മൂട്ടീൻ്റെ പേര് പോലും പറഞ്ഞില്ല. അങ്ങനെയാണ് ഏത് മനസ്സിലായ തന്നെ കൊള്ളാം. അങ്ങനെ മമ്മൂട്ടീൻ്റെ പേരൊന്നും പറയാതെ ഇതേപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചിട്ട് ഒരു സൈഡിൽ ഇതൊക്കെ തുടങ്ങി. ഇനി മലയാളം വരുന്നുണ്ട്. Coming back to Munambam, which directly relates in the form of matter. I will not yield. I will not yield. Munambam. You don't Through you, sir. but Dunga. Through I will you, give you. sir. Please sit down. Please sit down. Please sit down. Through you, Please sir. sit down. I will give it. Through you, sir, I will tell Mr. Britas, with due respect, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ്. സർ പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. ഇവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷന് ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും. താങ്ക് യു വെരി മച്ച്. ഇയാളാടെ വാമനാണ് ചവിട്ടി താത്താൻ. അല്ല, ഈ 800 പേരെ കൊന്ന പാർട്ടി എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറയുമ്പോൾ നിങ്ങളെന്താ ഇവിടെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ടില്ലേ കേരളത്തിൽ? ഇന്ത്യ ഒട്ടാകെ നിങ്ങൾ ഉണ്ടാക്കിയ കോലാഹലവും നിങ്ങൾ നടത്തിയ കൊലപാതകങ്ങളുടെ ലിസ്റ്റും അതൊന്നും എടുത്ത് വെച്ച് വായിക്കുന്നത് നന്നതായിരിക്കും. സുരേഷ് ഗോപി, എൻ്റെ പാർട്ടി ഇത്ര പേര് മേൽ ബുൾഡോസർ കയറ്റിയോ, ഇത്ര പേരെ കൊന്നോ, ആഹാരത്തിൻ്റെ പേരിൽ ഇത്ര പേര് വെട്ടിയോ, ഒന്നും എടുത്ത് വെച്ച് പഠിക്കണമെന്നതാണ്. മനസ്സിലായി? ഞാൻ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുണ്യാളന്മാരാണെന്നല്ല പറയുന്നത്. അതുക്കും വലിയ വടക്കാണ് നിങ്ങൾ. ഈ രാജ്യ ദുരന്തമാണ് നിങ്ങൾ, സംസ്ഥാന ദുരന്തമാണ് ഇവന്മാർ. ഇല്ല മാറ്റമൊന്നുമില്ല. മനസ്സിലായോ? ഈ 2 ദുരന്തങ്ങളുടെ ഇടയിൽ നടുക്കഷ്ണം വേറൊരു ദുരന്തമുണ്ട്. ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ചിട്ട്. ഒന്നും മിണ്ടിയില്ല എന്നാണ് കേട്ടത്. ബില്ല് പാസ്സാക്കുമ്പോൾ കമാനൊരക്ഷരം മിണ്ടാതെ 2 ആൾക്കാർ അവിടെ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാണ് ഇതൊക്കെ വഖഫിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടെ പറഞ്ഞിട്ട് പോകേണ്ട കാര്യങ്ങൾ ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ട് പോവാം. ഓക്കെ. ഇനി ഈ പുതിയ വഖഫ് ബില്ല് പാസ്സായ സമയത്ത് മുനമ്പം വിഷയം പരിഹരിക്കപ്പെടുമോ എന്നുള്ളത് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഞാനിപ്പോഴും അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ ബില്ല് കാരണം എന്ത് ഇമ്പാക്റ്റാണ് മുനമ്പത്ത് കിട്ടാൻ പോകുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ബട്ട് മുനമ്പത്തുള്ള ആളുകൾ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവർ ഭയങ്കര ആഘോഷത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് പോകുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞാൽ മാത്രമാണ് ഈ വഖഫ് ബില്ല് പാസ്സായി ഇനി എന്താണ് വിഷയം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് അവിടുത്തെ ആളുകൾക്ക് കിട്ടുന്ന ഓക്കെ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കുറച്ച് സമയം പിടിക്കും. ഓക്കെ. ഇനി മുനമ്പം വിഷയത്തിൽ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഞാൻ തുറന്ന് സംസാരിക്കുക. ഒരു മനുഷ്യന്മാരുടെ വിഷയങ്ങളെ മാനുഷിക പരിഗണന മനുഷ്യൻ്റെ വിഷയമാണ്. ഓക്കെ. ശരിക്കും അവിടെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സംഘടനകൾ കേരളത്തിലുള്ള എല്ലാ മുസ്ലിം സംഘടനകളും ഒറ്റക്കെട്ടായിട്ട് മനുഷ്യന്മാരുടെ ഇഷ്യൂ ആണ്. അവിടെ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എന്നൊന്നും നോക്കാതെ ഒരു മാതൃകയായിട്ട് എടുത്തിട്ട് അവിടെ ഒന്നും നടത്തുന്നില്ല, അവിടെ ഒരു വിഷയവും സംഭവിക്കുന്നില്ല, ആരെയും കുടിയിറക്കുന്നില്ല. മനസ്സിലായോ? അവിടെ ഒരു കുടിയൊഴിപ്പിക്കലില്ല എന്ന് മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ BJP ഇല്ല, പിന്നെ ഈ കോൺഗ്രസ്സും ഇല്ല, ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, ഇതിനെ വെച്ച് ചൂഷണം ചെയ്യാൻ ഇറങ്ങുന്ന ഒരുത്തൻ്റെ ചൂഷണവും നടക്കില്ല. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ വഖഫിൻ്റെ സീന് വന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ നടന്ന് ഇത്രയും പേര് കുടിയൊഴിപ്പിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ ഈ പറഞ്ഞ സംഘപരിവാർ എലമെൻറ്റുകൾക്ക് BJPക്ക് കേരളത്തിലേക്ക് ഇറങ്ങി വന്ന് ക്രിസ്ത്യാനികളെ ഇങ്ങനെ തോളത്ത് കൈയിടുക എന്ന് പറഞ്ഞ് ഇങ്ങനെ തോളത്ത് കൈയിട്ട്
അപ്പുറത്തുള്ള മുസ്ലിമിനായിട്ടുള്ള എന്താ പറയുക വൈരാഗ്യം കൂട്ടി കൊടുക്കുന്ന ഒരുമാതിരി തേർഡ് റേറ്റ് പരിപാടി കാണിക്കാനുള്ള ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് ഇങ്ങനെ ക്രിസ്ത്യൻസിൻ്റെ കഴുത്തിൽ കൈയിട്ടവർ നാളെ ആ കഴുത്ത് ഇങ്ങനെ മുറിക്കില്ല എന്ന് അറിയുന്നുണ്ട്. ചെയ്യുവന്മാർ ചെയ്യാതിരിക്കില്ല. അങ്ങനത്തെ ടീംസാണ്. മനസ്സിലായോ? ഇതങ്ങനെയാണ്. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഇവിടെ കുറേ സംഖ്യകൾ കുരുകൂട്ടി ചാടിക്കളിച്ച് വരുമായിരിക്കും. ഓക്കെ, എന്താണെങ്കിലും ഇനി വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എങ്ങനെ പോയാലും ഇനി എന്ത് ചെയ്യുന്നറിയോ, BJP ചിലപ്പോൾ ഇപ്പോൾ വഖഫും കാര്യങ്ങളൊക്കെയാണ് നടക്കണമെന്നുണ്ടെങ്കിൽ നാളെ അവർ ചർച്ച് ബില്ല് വരെ കൊണ്ടുവരും. പറയാൻ പറ്റില്ല. ചർച്ച് ബില്ല് നാളെ കൊണ്ടുവന്നവരെന്ത് ചെയ്യും? അങ്ങനെ ഒരു സാധനം കൂടിയും കൊണ്ടുവന്നിട്ട് ഇന്ന് പല പ്രധാനപ്പെട്ട സിറ്റികളുടെയും സെൻറ്ററിലിരിക്കുന്ന ഒരുപാട് ക്രിസ്തീയ ആരാധനാലയങ്ങളും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. ഇഫ് ഐ എം നോട്ട് റോങ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയ സമയത്ത് 99 വർഷത്തിനൊക്കെ ഉള്ള കരാറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സാധനം വെച്ചിട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ കാലാവധി ഏകദേശം കഴിയാനായി എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വഖഫാണെങ്കിൽ നാളെ ചർച്ച് ബില്ല്, അടുത്തവന്മാരായി എടുത്തിട്ട് അടിയായിരിക്കൊന്നുമില്ല. അങ്ങനത്തെ ടീംസാണ്. അപ്പോൾ പിന്നെ നമ്പക്കൂടാതെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എന്താണെങ്കിലും നല്ലൊരു അടിപൊളി കട്ടക്ക് നിൽക്കുന്നൊരു സാധനം കാണാൻ പറ്റി. ബ്രിട്ടാസ് ആണെങ്കിലും സുരേഷ് ഗോപി ആണെന്നുണ്ടെങ്കിലും ആരും അത്ര ക്ലീൻ ചീറ്റൊന്നുമല്ല. മനസ്സിലായോ? ഇവരൊക്കെ ആസ് എ പേഴ്സൺ ഇവരൊക്കെ നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ ഇവരുടെ രാഷ്ട്രീയം അത്ര ക്ലീനല്ല. ഇവരുടെ രാഷ്ട്രീയ തോട്ട്സ് അത്ര ക്ലീനല്ല. ആണ് എനിക്കിതിലൊരു പേഴ്സണൽ കാര്യം പറയാനുള്ളത്. ഓക്കെ, എന്താണെങ്കിലും ഒരു നല്ല കിടിലൻ ടക്കർ കാണാൻ പറ്റി. കൊള്ളാം, അടിപൊളി. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട് ലിറ്ററസി ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തല്ലേ, അത് തന്നെ നന്നായി. ഇന്നൊരുത്തൻ ടാബ്ലിരുന്ന് വായിക്കുന്നതുണ്ട്. വായിച്ചിട്ടും ശരിയാണല്ലോ. എന്നിട്ട് ആ മുതൽ ബാക്കിലിരുന്ന് ആഹാ പാട്ടിൽ താളം പിടിക്കുന്ന അതിലൂടെ ഇരുന്നിട്ട് താളം പിടിക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടാസിൻ്റെ ബാക്കിലിരുന്നിട്ട് താളം പിടിക്കാൻ മാത്രം കൊണ്ടുപോയാൽ മതി ഇമ്മാതിരി സാധനങ്ങൾ രാജ്യസഭയിലൊക്കെ. ഒന്നും എടുത്ത് സംസാരിക്കാൻ കൊടുക്കല്ലോ. ഇല്ലെങ്കിൽ മലയാളത്തിൽ സംസാരിച്ചോട്ടെ. ഇംഗ്ലീഷ് പറഞ്ഞ് ബാധിച്ചിട്ടുണ്ടെന്ന്.